ഹലോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓട്ടടയാണ്. അപ്പോൾ ഓട്ടട ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പച്ചരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് പച്ചരി കുതിർത്ത് കഴുകി എടുത്ത ശേഷം ഒന്ന് വെള്ളം വാർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല. വെള്ളം ഒന്ന് വാർന്നിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന അളവിൽ വെള്ളം പാകത്തിനാകും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങയും ചോറും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് തേങ്ങ പിന്നീട് അരച്ചെടുത്ത ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ചോറും തേങ്ങയും ഒക്കെ ഒരു ഇച്ചിരി കുറവായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വേറൊരു കാര്യം കൂടെ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ചേർക്കണ്ട, അരക്കാൻ പാകത്തിന് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തിക്കായിട്ടാണുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇതിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു ഓട്ടുപോള. ഞങ്ങൾ ഓട്ടുപോള എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇപ്പോൾ ഞാൻ വെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ, ചൂടാറിയിട്ടൊന്നുമില്ല. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ചൂടോടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം എത്രയെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചോറ് തേങ്ങയൊക്കെ എപ്പോഴും ചേർക്കുന്ന അത്രയും ചേർത്തിട്ടില്ല, ഒരു ഇച്ചിരി കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ, തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേറൊരു രീതിയിൽ ചെയ്യുന്നത്, ഈ ഒരു തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ചോറും തേങ്ങയൊന്നും ചേർക്കില്ല. തേങ്ങ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും. 1/2 കപ്പ് തേങ്ങ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാറുണ്ട്, ചോറൊന്നും ചേർക്കാതെ. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചുട്ടെടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. വീണ്ടും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഞാൻ പറയാം. അപ്പം ഞാൻ ഒരെണ്ണം ചുട്ട് നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.25 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഞാൻ ഇതിലോട്ട് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ടായിന്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുന്നത് ഇതുപോലുള്ള ഒരു ഓട് നല്ല ചൂടായ ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറക്കുക. മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഓട്ടുപോള. അപ്പോൾ പല രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല നാട്ടിലും ഓരോ രീതിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാസർഗോഡൻ സ്റ്റൈലിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത അത്രയും സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടാറില്ല. നമ്മൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർത്താലും ഇത്ര സോഫ്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ഓട് നല്ല ചൂടുണ്ടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം മുകളിൽ ഇങ്ങനെ ഊറി അങ്ങനെ വരുമല്ലോ. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഇച്ചിരി മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഇതുപോലെ ഹോൾസൊക്കെ വരുമ്പോൾ മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിനേക്കാളും കൂടുതൽ മാവ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ അധികം സമയം എടുക്കുന്നുണ്ട് വെന്ത് കിട്ടാനായിട്ട് മുകൾ പാകമൊക്കെ. ഇതിപ്പോൾ നല്ല കറക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടുപോളയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.